പൊതുവിഷൻ ന്യൂസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു സഹായ അഭ്യർത്ഥനയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്തിലെ പടിഞ്ഞാറ്റിൻകര വിഷ്ണു നിവാസിൽ ഷൈനി കഴിഞ്ഞ 1.5 വർഷക്കാലമായി ശരീരം തളർന്ന് കിടപ്പിലാണ്. 1.5 വർഷത്തിന് മുൻപ് പ്രസവത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു അവസ്ഥ ഈ യുവതിക്ക് ഉണ്ടായത്. ഭർത്താവും ഷൈനിയും മാത്രമാണ് വീട്ടിലുള്ളത്. വാടക വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്. നാട്ടുകാരുടെയും ചില ചാരിറ്റി സംഘടനകളുടെയും സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തുടർ ചികിത്സയ്ക്കായി പണമില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോകുവാനോ തുടർ ചികിത്സകൾ നടത്തുവാനോ ഇവർക്ക് കഴിയുന്നില്ല. ഈ 37-കാരിയായ യുവതിയുടെ ജീവിതത്തിന് താങ്ങാകുവാൻ നിങ്ങളുടെ സഹായം ഈ കുടുംബം അഭ്യർത്ഥിക്കുകയാണ്. കുഞ്ഞിനെ പോലും എനിക്ക് കാണാൻ കഴിയാത്തത്. ഞാൻ കണ്ടിട്ട് പോലും ഇല്ല എൻ്റെ കുഞ്ഞിനെ. എത്ര വയസ്സായിരുന്നു പോലും എനിക്കറിയത്തില്ല. കഴിഞ്ഞ 2023 സെപ്റ്റംബർ 26 ഡെലിവറിയുടെ കാര്യത്തിനായിട്ട് എൻ്റെ വൈഫിനെ ഞാൻ പുല്ലൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. പിറ്റേന്ന് സെപ്റ്റംബർ 27 രാവിലെ ഡെലിവറി നടന്നില്ലെങ്കിൽ 12 മണിക്ക് ശേഷം സിസേറിയൻ ചെയ്യുന്ന ഡോക്ടേഴ്സ് പറഞ്ഞു. അതനുസരിച്ച് 12:34 സിസേറിയൻ കഴിഞ്ഞതിന് ശേഷം രാത്രി 10 മണി കഴിഞ്ഞിട്ടും വൈഫിന് ബോധം തെളിയാത്തതിനെ തുടർന്ന് തിരുവനന്തപുരം മെസ്സേറ്റിലേക്ക് ഇവിടുന്ന് ഡോക്ടേഴ്സ് വിട്ട് അവിടുന്ന് അപ്പോൾ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു. അവിടെ സ്കാൻ ചെയ്തപ്പോൾ തലയിലെ ഞരമ്പ് പൊട്ടി ബ്ലഡ് ക്ലോട്ടായി തലച്ചോറിൽ മൊത്തം വ്യാപിച്ചു. അപ്പോൾ അതുകൊണ്ട് തലയോട്ടി ഇളക്കി ഓപ്പറേഷൻ ചെയ്താലേ ജീവൻ രക്ഷിക്കാനെങ്കിലും കഴിയുമെന്ന് അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞു. അത് ചെയ്തു. ഡെലിവറി കഴിഞ്ഞു. അതിനുശേഷം ഈ കഴുത്തിൽ ദ്വാരമിട്ടുകൊണ്ട് ഒരു ഓപ്പറേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. സെക്ഷൻ ചെയ്യണം, അങ്ങനെ എന്തോ ഒരു സംഭവം. അത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതും ചെയ്തു. ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം മെഡിക്കൽ കോളേജ് മൾട്ടി സ്പെഷ്യാലിറ്റി അത് ICU NT ICU 2 മാസം ട്രീറ്റ്മെന്റിലായിരുന്നു. കട്ടിൽ നിന്ന് എണീറ്റിരിക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലാണ് എൻ്റെ വൈഫ് കിടക്കുന്നത്. ഞങ്ങളുടെ കയ്യിലൊന്നും ഒരു സാമ്പത്തികം ഉള്ളവരല്ല. തുടർ ചികിത്സയ്ക്കായാലും ഫിസിയോതെറാപ്പി കൊടുക്കാനായാലും നല്ല മരുന്നുകൾ മേടിച്ചു കൊടുക്കാനായാലും നല്ല പ്രോട്ടീനുള്ള ആഹാരങ്ങൾ മേടിച്ചു കൊടുക്കാനായാലും എൻ്റെ കയ്യിലൊരു നിവൃത്തിയില്ല. ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. കാരണം ഈ കുട്ടിയുടെ ഈ ശൈലിയെ നല്ലതുപോലെ സംരക്ഷിക്കാൻ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ എൻ്റെ കയ്യിൽ സാമ്പത്തികം വളരെ കുറവാണ്. എനിക്ക് എൻ്റെ ജോലിക്ക് ഇറങ്ങി പോകാൻ പോലും പറ്റുന്നില്ല. ആകെ ബുദ്ധിമുട്ടിലാണ്. സഹായിക്കണം. എന്റെ അമ്മയ്ക്ക് എന്ത് പോരാതെ എന്റെ അമ്മ പറയാ, അമ്മ മരിക്കുന്ന എന്റെ കുഞ്ഞൊന്ന് നടന്നാ മതിയെന്ന് എന്റെ അമ്മ പറയാ. ഏത് കാര്യത്തിന് ഞാൻ നടക്കൂല. ഈ കുട്ടിയെ കൊണ്ടുപോയി തല സ്കാൻ ചെയ്യണം. പിന്നെ കുറച്ച് ആന്തരിക അവയവങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പം ഈ 1.25 വർഷം കൊണ്ട് കിടക്കുക. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കണം. പിന്നെ തുടർന്നുള്ള ചികിത്സ വേണ്ടി വരുമെങ്കിൽ അത് നടപ്പാക്കണം. അതിന് വേണ്ടിയിട്ട് ആണ് ഇപ്പം നമ്മൾ ഈ വീഡിയോയിലേക്ക് വന്ന് നല്ലവരായ നാട്ടുകാരുടെ സഹായം അഭ്യർത്ഥിക്കുന്നത്. എൻ്റെ സഹോദരനാണ് ഈ പെൺകുട്ടിയുടെ ഭർത്താവ്. എൻ്റെ നാത്തൂന് എത്രയും വേഗം എണീപ്പിച്ച് നടത്താൻ എന്ത് സഹായം ചെയ്യുന്നതിനും ആളാലോട്ടുള്ള സഹായം എനിക്ക് ചെയ്യാൻ പറ്റും. സാമ്പത്തികപരമായി ഞാനും വളരെ ബുദ്ധിമുട്ടിലാണ്. അതുകൊണ്ട് എനിക്ക് സാമ്പത്തികമായിട്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. നല്ല ഒരു കുടുംബജീവിതം ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അതിനെ സംബന്ധിച്ചിടത്തോളം ആയ കാലത്ത് ആരെയും ബുദ്ധിമുട്ടിക്കാതെ ജോലി ചെയ്ത് സ്വന്തമായി കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്ന അതിൻ്റെ അമ്മയൊക്കെ എന്ന് പറഞ്ഞാൽ സുഖമില്ലാത്തവരാണ്. ആങ്ങളെ ഒരു വയ്യാത്തൊരു കൊച്ചിനെയും കൊണ്ടിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ വീട്ടിൽ നിന്നും വലിയ സഹായങ്ങളൊന്നും കൊടുക്കാൻ കഴിയുന്നില്ല. നല്ലവരായ സുമനസ്സുകളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഇവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റൂ. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടിട്ടിട്ട് എന്ന് ചികിത്സിച്ച് ഭേദമാക്കാൻ തക്കവണ്ണമുള്ള ഒരവസ്ഥയിലല്ല ഷൈനി ഇപ്പം. കൊണ്ടുപോയി ചെക്ക് ചെയ്ത് അതിൻ്റെ ഒരു എന്താണ് പ്രശ്നം എന്നുള്ളത് അറിഞ്ഞ് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുത്തെങ്കിൽ മാത്രമേ അതിനെ നമുക്ക് നിരയിലേക്ക് ഇറക്കി കൊണ്ടുവന്ന് എത്രയും വേഗം നടന്ന് കാണാനുള്ളൊരു അവസരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഒരു മനുഷ്യജീവനാണ്. കരുണയുള്ളവരുടെ കനിവുണ്ടാകണം. അവരുടെ ജീവിതം അവർ ആഗ്രഹിച്ചിരുന്നത് പോലെ കുട്ടിയുമായി സന്തോഷത്തോടെ ജീവിക്കാൻ അവരും ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള അവസരം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഹൃദയത്തിൻ്റെ ഭാഷയിലും ഈശ്വരനാമത്തിലും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.
എന്റെ അമ്മയ്ക്ക് എന്ത് പോരാതെ എന്റെ അമ്മ പറയാ അമ്മ മരിക്കുന്ന മുമ്പ് എന്റെ കുഞ്ഞൊന്ന് നടന്നാ മതിയെന്ന്. എന്റെ അമ്മ പറയാ ഏത് കാര്യത്തിന് ഞാൻ നടക്കൂല.